ഹായ് ഫ്രണ്ട്സ്, വണ്ടിപ്പണിക്കാരൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മെഴ്സറസിൻ്റെ S500 എന്ന് പറയുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഈ വാഹനം വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നത്, വാഹനം സ്റ്റാർട്ടിങ്ങിനൊന്നും പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ വാഹനത്തിൻ്റെ അകത്ത് ബാറ്ററിയുടെ വാണിംഗ് വന്നിട്ടുണ്ട്. അപ്പോൾ ബാറ്ററിയുടെ വാണിങ്ങിന് നമ്മൾ എന്താണ് റീപ്ലേസ് ചെയ്തിരിക്കുന്നത്, അതേമാതിരി തന്നെ ഈ വാഹനത്തിൻ്റെ ബാറ്ററിയുടെ ലൊക്കേഷൻ എവിടെയാണ് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു വീഡിയോ ആണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം, വാഹനം സ്റ്റാർട്ടിങ്ങിന് ശ്രമിക്കുമ്പോൾ വാഹനം സ്റ്റാർട്ടാവുന്നുണ്ട്. എന്നാൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൻ്റെ അകത്തൊരു വാണിംഗ് വരുന്നുണ്ട്. അപ്പോൾ ബാറ്ററി വാണിംഗ്, അതേമാതിരി തന്നെ ഡോണ്ട് സ്വിച്ച് ഓഫ് ദ കാർ, ലീവ് എൻജിൻ റണ്ണിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാണിംഗ് ഉണ്ട്. ഇത് കണ്ടല്ലോ, ലീവ് എൻജിൻ റണ്ണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി ഹോൾഡ് ചെയ്ത് നിൽക്കുന്നില്ല, ചാർജ്. അപ്പോൾ ആൾട്ടർനേറ്ററും കാര്യങ്ങളൊക്കെ എല്ലാം ചാർജ് ആവുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാറ്ററിയുടെ ലൊക്കേഷൻ എവിടെയാണ്, അതേമാതിരി തന്നെ എത്ര ആംപിയർ ബാറ്ററിയാണ് വരുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇതിൽ തന്നെ മനസ്സിലാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ബാറ്ററി വരുന്നത് വാഹനത്തിൻ്റെ ഡിക്കിക്കകത്താണ്. അപ്പോൾ ഡിക്കിയുടെ ഈ അകത്തെ പാഡും കാര്യങ്ങളൊക്കെ ഊരിക്കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലായിട്ട് നിങ്ങൾക്കിതിൻ്റെ വലിയൊരു ബാറ്ററി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ഫുള്ളായിട്ട് അയക്കുന്ന വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നില്ല, ഇത് കുറച്ച് ഷോർട്ട് വീഡിയോ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കണ്ടല്ലോ, ബാറ്ററി 2018 ബാറ്ററിയാണ് ഇപ്പോൾ വാഹനത്തിലുള്ളത്. അപ്പോൾ നമ്മളിതിൻ്റെ ബാറ്ററി നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബാറ്ററി മാറുന്ന വീഡിയോ ഞാൻ ഇട്ട് കാണിക്കുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ബാറ്ററി പിടിപ്പിക്കേണ്ടത്, അതേമാതിരി തന്നെ എങ്ങനെ രജിസ്റ്റർ ചെയ്യണം, അതേമാതിരി തന്നെ എങ്ങനെ ഫോൾട്ടും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. അപ്പോൾ നമ്മളിതിൻ്റെ ഒറിജിനൽ ബാറ്ററി തന്നെ നമ്മൾ റിപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം വാണിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. വാഹനം സ്റ്റാർട്ട് ചെയ്തു, നിങ്ങൾക്ക് കാണാം, വാഹനമോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. നമ്മൾ അതിനുശേഷം ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളെല്ലാം നടത്തി. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്ന അബുദാബിയിൽ M9 ആര്യ പ്രീമിയം എന്ന് പറയുന്ന മൾട്ടി ബ്രാൻഡ് ജർമ്മൻ കാർ വർക്ക്ഷോപ്പാണ്. അപ്പോൾ കൂടുതൽ ജർമ്മൻ വാഹനങ്ങൾ ടെക്നിക്കൽ സപ്പോർട്ടിനൊക്കെ ആയിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോ ഈ ചാനലിലൂടെ വരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.